നാളെ ഖത്തറിലെ ദോഹയിൽ ചേരുന്ന അറബ് ഉച്ചകോടിയിൽ റഷ്യയും ചൈനയും പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാദ്യമായിട്ടാണ് ഒരു അറബ് ഉച്ചകോടിയിൽ റഷ്യയും ചൈനയും നേരിട്ട് പങ്കെടുക്കുന്നത്. UAE, സൗദി, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, ഇറാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് വളരെ പ്രാധാന്യമായ രീതിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങൾ. അതിനു പുറമെ റഷ്യയുടെയും ചൈനയുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. റഷ്യ ചൈന പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും ഈ ഖത്തറിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതേക്കുറിച്ച് ഈ ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നുള്ള കാര്യമാണ് ഖത്തറിൽ നിന്നും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന കാലത്ത് ഏത് തരത്തിലുള്ള സ്വീകാര്യതയാണ് ഇനി മേലിൽ അമേരിക്കയുമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചർച്ചയായിട്ട് തന്നെ നിലനിൽക്കുന്നു. അറബ് ലീഗും OIC-യും ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കുകയും ഖത്തറിനെ നേരിടുന്ന സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അതോടനുബന്ധിച്ച് തന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ഒരു സുരക്ഷാ ഭിത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകോപന സംവിധാനം ഉണ്ടാക്കുക എന്നതുകൂടി ഉച്ചകോടിയുടെ ലക്ഷ്യമായിട്ടാണ് വിലയിരുത്തുന്നത്. തുർക്കി, ചൈന, റഷ്യ എന്നീ ശക്തി രാജ്യങ്ങളുമായിട്ട് ഒരു ആയുധ ഉടമ്പടി സഹകരണ കരാറോ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന കരാറോ ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയം അറബ് രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ് എന്നതിനാൽ ഇതിന് തീർച്ചയായിട്ടും ഒരു സുതാര്യമായിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം തീർക്കണം എന്ന് അറബ് ഉച്ചകോടിയിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളും ഏറെക്കുറെ പൂർത്തീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയം, ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ആയുധ കൈമാറ്റം എന്നിവയെല്ലാം ഇനി മേലിൽ അമേരിക്കയെ ഒഴിവാക്കിയിട്ട് ഒരു പക്ഷേ റഷ്യയുമായിട്ടോ ചൈനയുമായിട്ടോ തുർക്കിയുമായിട്ടോ നേരിട്ടുള്ള ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം പ്രകടമായി തന്നെ ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇസ്രായേൽ അക്രമത്തോടു കൂടി അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഏകോപനപരമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതികൾ, അതോടൊപ്പം തന്നെ ഈ എണ്ണവാതകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താത്ത രീതിയിൽ ഏകോപനത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതും ഇതിലെ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ടാണ് വരുന്നത്. അറബ് മേഖല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരെ വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങളെ സംരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന രാജ്യം തങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന വിഷയമായിട്ടല്ല കാണുന്നത്. അത് അതീവ ഗൗരവമായിരിക്കുന്ന വിഷയമാണ്. മുൻപ് കാലങ്ങളിലെല്ലാം റഷ്യയും ചൈനയും മാറ്റി നിർത്തുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നത് പ്രത്യയശാസ്ത്ര സംബന്ധമായിരിക്കുന്ന വിഷയമാണ്. അതൊന്നും ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പൂർണ്ണമായി റദ്ദാക്കണം എന്ന് ഈ അമേരിക്കയോട് ആവശ്യപ്പെടാൻ ഒരുപക്ഷെ തീരുമാനിക്കാനുള്ള സാധ്യത ഇതിന്റെ കൂടെ തന്നെ വിലയിരുത്തുകയാണ്. കാര്യം എന്ന് പറയുന്നത് ഏതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റെന്തൊരു കാര്യങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചാലും അത് അപ്പടി തന്നെ സ്വീകരിക്കുന്ന ഒരു സംവിധാനം ഇനി ഉണ്ടാവരുത്. ഇനി ഇത്തരം ഒരു കാര്യങ്ങൾ ഏതൊരു കരാർ വ്യവസ്ഥയാണെങ്കിലും സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് മുതൽ മുടക്ക് മറ്റു രാജ്യങ്ങളിൽ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ആ സമയത്ത് അടിയന്തരമായിരിക്കുന്ന അറബ് ലീഗ് കൂടിയോ അറബ് മീറ്റിംഗ് കൂടിയിട്ടോ ഒരു ഏകോപനം ഉണ്ടാക്കി ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും അതിന്റെ വരാൻ പോകുന്ന ഭാവിയിൽ ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദോഷമുണ്ടാവുമോ, ഏത് തരത്തിലാണ് ഗുണമുണ്ടാവുക എന്നതിനെ കുറിച്ച് ഒരു പഠന സംവിധാനം തന്നെ ഈ മേഖല ഈ വിഷയമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു വിഷയം വരുന്നത് രാജ്യത്തിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളുടെ സൈനിക താവളവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം, അതിനെക്കുറിച്ച് വളരെ വിപുലമായിരിക്കുന്ന ഒരു ചർച്ച ഇനിയും വേണമെന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായ രീതിയിൽ ആ രാജ്യത്തു നിന്ന് അവരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനവും തീരുമാനം നിർബന്ധമാണ്. അതിനൊരു പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്. സൗദി അറേബ്യയും ഒമാനും ഇതിനു മുൻപ് അത്തരം ഒരു നിലപാടെടുക്കുകയും ഘട്ടം ഘട്ടമായ രീതിയിൽ അവരുടെ സൈനികരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഒരു കരാർ നിലനിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ യുദ്ധസംബന്ധമായിരിക്കുന്ന ആവശ്യങ്ങളോ സാഹചര്യങ്ങളോ വന്നാൽ സൗദി അറേബ്യയുടെയും ഒമാന്റെയും വിമാനത്താവളങ്ങൾ അടക്കമുള്ള ഒരു സ്വകാര്യ സംവിധാന കാര്യങ്ങളൊക്കെ അമേരിക്കക്ക് വിട്ടുകൊടുക്കാം എന്നൊരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ധാരണയും ഗുണമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം അമേരിക്ക ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ആയുധ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ആയുധങ്ങൾക്ക് വാങ്ങുന്ന ആയുധങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളൊരു പരിശോധന അനിവാര്യമാണ്.
അതിന്റെ കാര്യം പല ഘട്ടങ്ങളിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വിൽപ്പന നടത്തിയാൽ പോലും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അറബ് മേഖലയിൽ നിലനിൽക്കുന്നത്. ഇതിന് മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംവിധാന ഏകോപനം, ഒരു ക്രോഡീകരണം ഇതിനാവശ്യമാണ്. അതിന് റഷ്യയും ചൈനയുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അതോടൊപ്പം തന്നെ ക്വാളിറ്റി പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാവുന്നില്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചുകൊണ്ട് റഷ്യയും ചൈനയും വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ഭൂപ്രദേശം അമേരിക്കക്ക് വേണ്ടി ഏത് തരത്തിലാണോ ഭൂമികളും മേഖലകളും വിട്ടുകൊടുത്തത് സമാനമായ രീതിയിൽ അവർക്ക് അവർ എയർപോർട്ടുകളും സംവിധാനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒമാൻ മുൻപ് ചെയ്ത രീതിയിൽ പ്രദേശം വിട്ടുകൊടുക്കണമെന്നാണ്. ഒമാന്റെ നിലപാടിനെ അതിനെ പ്രശംസിക്കുകയും അംഗീകാരം നൽകുകയും അതോടൊപ്പം തന്നെ അതിന് സമാനമായിരിക്കും തുടർച്ച മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള നീക്കുപോക്കുകൾ നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ വലിയ രീതിയിൽ തന്നെ റഷ്യയുമായിട്ട് ബന്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നയതന്ത്ര തലത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം പല ഘട്ടങ്ങളിലും വളരെ കുറവാണ്. ഏത് സമയം നോക്കുന്ന സമയത്തും അമേരിക്കയിലേക്ക് പോയിട്ട് അമേരിക്കയുമായിട്ടാണ് ഇടപാട് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും സാമ്പത്തികം ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും അമേരിക്കയാണ് വിശ്വസിച്ചത്. അവരുടെ പ്രതിരോധ സംവിധാനം ഈ യുഎയിൽ നിന്ന് താഡ് സിസ്റ്റം എടുത്തുകൊണ്ട് ഇസ്രായേൽ നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം നിലനിൽക്കുന്നതിനെ കുറിച്ച് പഠിക്കണം. ആ താഡ് സിസ്റ്റം തിരിച്ചു നൽകൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ സുരക്ഷിതത്വം വേണ്ട, ഇസ്രായേലിന് മാത്രം സുരക്ഷിതത്വം മതി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയിട്ട് വിൽപ്പന നടത്തപ്പെട്ട വസ്തു വീണ്ടും തിരിച്ചു വാങ്ങി എന്ന് പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കുവൈറ്റിന് മുൻപ് കാലത്തെ ഒരുപാട് പരാതി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. രാജ്യം അട്ടിമറിഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈന്റെ പട കുവൈറ്റിൽ നിന്ന് പിന്മാറിയതിന് ശേഷം അമേരിക്കയുടെ 1,25,000-ഓളം സൈനികർ ഈ കുവൈത്ത് മേഖല ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവര് തുടർച്ചയായ രീതിയിൽ പല ഘട്ടങ്ങളിലും കുവൈത്തിന്റെ ആഭ്യന്തര വിഷയത്തിലും ഭരണ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള കുവൈത്തിന്റെ പരാതിയാണ്. തങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം മാത്രമല്ല നൽകുന്നത്, ഭരണ സംവിധാനത്തിലും നിയമപരമായിരിക്കുന്ന വിഷയത്തിലും രാജ്യപുരോഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ തരത്തിൽ ഇടപെടൽ അമേരിക്ക നടത്തുന്നതുകൊണ്ട് ഭരണത്തെ മുൻകൂട്ടി നയിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. ആ കാര്യം മുൻപേ പരാതിയായിട്ട് OIC-യിൽ തന്നെ ഈ കുവൈത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ കുവൈത്തിന്റെ ഒരു വിഷയത്തിൽ അമേരിക്കയുമായിട്ട് ഉടക്കാൻ വേണ്ടി ആർക്കും താല്പര്യമില്ല. പക്ഷേ ഇപ്പൊ ഖത്തറിന് ആക്രമണം നടത്തിയതോടുകൂടി അത് വളരെ കൃത്യമായ രീതിയിൽ പ്ലാൻഡ് ആയിട്ട് അമേരിക്ക ചെയ്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ കുവൈത്ത് എന്ന് പറയുന്ന സംരക്ഷിക്കേണ്ട രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പല മീഡിയകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇവിടെ സംരക്ഷണം നടക്കുകയും രാജ്യാതിർത്തി കടന്നുകൊണ്ട് ശത്രുപക്ഷത്തിന്റെ യുദ്ധവിമാനങ്ങൾ കയറുകയും ചെയ്യുന്ന സമയത്ത് അതിന് പ്രതിരോധം ഉണ്ടാക്കേണ്ടവർ മൗനം പാലിച്ചു എന്നുള്ളത് കുറ്റകരമായിരിക്കുന്ന അനാസ്ഥമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിന് സംവിധാന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം അമേരിക്കയുമായിട്ട് മുന്നോട്ടുള്ള ബന്ധം വളരെ കൃത്യതയോടുകൂടി വേണം. എണ്ണ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം എന്നുള്ളതും വേണ്ട രീതിയിലുള്ള അംഗീകാരം ചൈനക്കും റഷ്യക്കും അറബ് രാജ്യങ്ങൾ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇവർക്ക് പിന്മാറ്റാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ അറബ് ലോകവും മുസ്ലിം ലോകവും ലോകാടിസ്ഥാനത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളും എല്ലാം ഇസ്രായേലിനെതിരാണ്, ഫലസ്തീൻ അനുകൂലമായിരിക്കും നിലപാട് സ്വീകരിക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണം എന്ന് പറയുന്ന സമയത്ത് 10ഓളം രാജ്യങ്ങൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം റിപ്പബ്ലിക് ആയത് ഇതുപോലെ സമരങ്ങളും വിഷയത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ്. അവർ പങ്കെടുക്കുകയും വലിയ രീതിയിലുള്ള മരണങ്ങളും ജയിൽവാസവും ഒക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഏത് രാജ്യം സ്വതന്ത്രമാകുക. അപ്പൊ അത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ദേശത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന സമയത്ത് രാജ്യങ്ങൾ എതിർത്തുകൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ അനുകൂലമായിരിക്കുന്ന നിലപാട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് കുറ്റപരമായിരിക്കുന്ന തെറ്റായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചയും പ്രമേയത്തിലും വേണം എന്നുള്ള അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും
ഈ ചൈനയും റഷ്യയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉച്ചകോടിയിൽ സംബന്ധിക്കും എന്ന് പറയുന്നത് അതീവ ഗൗരവമായി തന്നെ അമേരിക്കയും ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ഇതിന്റെ ഒടുവിൽ, അതായത് ഇതിന്റെ ഉച്ചകോടിക്ക് അവസാനം ഏത് തരത്തിലാണ് അറബ് രാജ്യങ്ങളും ഈ പറയപ്പെട്ട റഷ്യയും ചൈനയും ഒരു തീരുമാനമെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ലോകം ആകാംക്ഷയോട് കൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.